ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ധ്രുവദേ ചാനൽ. എൻ്റെ പേര് ആശ വിനീത്. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ക്യാരറ്റ് ഫിംഗർ ചിപ്സ് ആണ്. വളരെ ഹെൽത്തി ഈസി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കായിട്ട് ഇത് നമുക്ക് കൊടുക്കാവുന്നതാണ്. എൻ്റെ 2 ഏജിലുള്ള, അതായത് 2.5 വയസ്സ് കഴിഞ്ഞ കുട്ടിക്കും 7 വയസ്സുള്ള കുട്ടിക്കും ഉണ്ടാക്കി കൊടുത്തിട്ട് വളരെ ഇഷ്ടമായി. അവർ ഇടയ്ക്കിടയ്ക്ക് എന്നോട് ഇത് ഉണ്ടാക്കി തരാൻ ആവശ്യപ്പെടുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ ഞാനത് നിങ്ങൾക്ക് എല്ലാവർക്കും, നിങ്ങളുടെ കുട്ടികൾക്കും ഇത് ഉപകാരപ്രദമാകട്ടെ എന്ന് കരുതി ഷെയർ ചെയ്യാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. അതിനായിട്ട് 2-3 ക്യാരറ്റ് നന്നായിട്ട് കഴുകി ഇതുപോലെ നല്ല നീളത്തിലായിട്ട് അരിയണം. അധികം വീതിയില്ലാതെ നീളത്തിൽ അരിഞ്ഞ പെട്ടെന്ന് മൊരിയാനും കുട്ടികൾക്കൊക്കെ കാണുമ്പോൾ തന്നെ അത് കഴിക്കാൻ തോന്നും. ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കാം. ആവശ്യാനുസരണം ഉപ്പ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം നന്നായിട്ട്. ഇതുപോലെ വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പി ആട്ടോ ഇത്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലോട്ട് 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കുക. ബട്ടറാട്ടോ ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടുന്നത്. മാത്രമല്ല കുട്ടികൾക്ക് വളരെ നല്ലതാണ് ഈ ബട്ടർ ചേർത്ത് ഉണ്ടാക്കി കൊടുക്കുന്നത്. ഓയിലിൽ ഉണ്ടാക്കി കൊടുക്കണേക്കാളും വളരെ നല്ലതാണ് ഈ ബട്ടറിൽ ഉണ്ടാക്കി കൊടുക്കുന്നത്. ടേസ്റ്റും അതിൻ്റെതായ ഡിഫറൻസ് ഉണ്ട്, ഓയിലിൽ ഉണ്ടാക്കി കൊടുക്കുന്നതും ഈ വെണ്ണയിൽ ഉണ്ടാക്കി കൊടുക്കുന്നതും. ഇതിലോട്ട് നമുക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ക്യാരറ്റ് കഷ്ണങ്ങൾ ചേർക്കാം. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ അതൊന്ന് മൊരിച്ചെടുക്കണം. അപ്പോൾ കരിയാതെ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ക്യാരറ്റിൻ്റെ നിറം പെട്ടെന്ന് തന്നെ മാറി ഒരു മഞ്ഞ കലർന്ന നിറത്തിലോട്ട് വരും. ആ സമയത്ത് നമുക്ക് കുറച്ച് ക്രഷ്ഡ് പെപ്പർ, ബ്ലാക്ക് പെപ്പർ ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി ഇതുപോലെ തൂകി കൊടുക്കാം കേട്ടോ. ഇപ്പോൾ കുട്ടികൾക്ക് ഇതിൻ്റെ എരിവ് അത്ര കുഴപ്പമുണ്ടാവില്ല. ഈ കുരുമുളകിൻ്റെ ഈ കുരുമുളക് പൊടിയുടെ എരിവും കൂടി ആകുമ്പോൾ അതിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ക്യാരറ്റ് കുറച്ച് മധുരം പോലെയല്ലേ, അപ്പോൾ ഈ കുരുമുളക് പൊടിയുടെ ചെറിയൊരു എരിവ് ചെല്ലുമ്പോൾ അത് വളരെ നല്ലതായിരിക്കും. മാത്രമല്ല ക്യാരറ്റ് തിന്നുമ്പോൾ എന്തെങ്കിലും അസ്വസ്ഥതകളൊക്കെ കുട്ടികൾക്ക് ഉണ്ടാവുകയാണെങ്കിൽ, അതായത് വല്ല ഗ്യാസ് പ്രോബ്ലംസ് ഒക്കെ വരികയാണെങ്കിൽ അത് മാറ്റാൻ ഈ കുരുമുളക് പൊടി നല്ലതാണ്. ഇത് ഹൈ ഫ്ലെയിമിൽ ഇട്ട് തന്നെ നന്നായിട്ട് മൊരിച്ചെടുക്കണം. കരിയാതെ നല്ല, നമ്മൾ ഈ പൊട്ടറ്റോ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ഉണ്ടാക്കില്ലേ, അപ്പോൾ അതുപോലെ നല്ലതായിട്ട് മൊരിച്ചെടുക്കണം. പക്ഷെ അത് കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. പെട്ടെന്ന് മൊരിഞ്ഞിട്ട്, കാരണം നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടാണ് അത് മൊരിച്ചെടുക്കുന്നത്. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരുന്നാൽ മതി. അപ്പോൾ അത് പെട്ടെന്ന് കരിഞ്ഞു പോകില്ല. ഇതിൻ്റെ കളർ ഇപ്പോൾ ചെറുതായിട്ട് മാറി തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ മറിച്ചും തിരിച്ചിട്ട് ഇങ്ങനെ മൊരിച്ചെടുത്തോണ്ടിരിക്കുക. അപ്പോൾ കുറച്ച് കൂടുതൽ ബട്ടർ തന്നെ ചേർക്കണം കേട്ടോ, എങ്കിലാണ് അത് നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടുള്ളൂ ഇതിൽ. അല്ലെങ്കിൽ സാധാരണ നമ്മൾ മെഴുക്ക് വരട്ടി ഉണ്ടാക്കണ പോലെ ഇരിക്കും.
ചില കുട്ടികൾക്ക് കൂടുതൽ എരിവായിരിക്കും ഇഷ്ടം. അങ്ങനെയുള്ള കുട്ടികൾക്ക് കുറച്ച് കൂടുതൽ നമ്മുടെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്ന കേട്ടോ. ഈ മൊരിഞ്ഞ് കിട്ടാനുള്ള സമയമുള്ളൂ, ബാക്കി നമുക്ക് വളരെ എളുപ്പമാണ് ഇത്. ഇതുപോലെ നന്നായിട്ട് ഒരു ബ്രൗൺ കളർ പോലെ ഇതുപോലെ നന്നായിട്ട് മൊരിഞ്ഞ് വരും. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. എന്നിട്ട് അത് അവിടെ തന്നെ വച്ചാൽ മതി. അപ്പോൾ അത് നന്നായിട്ട് ഡ്രൈ ആയി കിട്ടും. നന്നായിട്ടെന്ന് പറഞ്ഞാൽ ഒരുവിധം നന്നായിട്ട് ഡ്രൈ ആയി കിട്ടും. ചെറിയ ചൂടോട് കൂടി തന്നെ കുട്ടികൾക്ക് കൊടുക്കാം. ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ധ്രുവതി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.